ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ ഏറ്റവും അധികമായി സ്നേഹിക്കപ്പെടുന്നവരെ, ഇന്ന് ഒരു പുതിയ സുദിനം ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. ഫെബ്രുവരി മാസം 27-ാം തീയതി 2026 വെള്ളിയാഴ്ച ദിവസം. പരിശുദ്ധ നോമ്പിലെ ഓരോരോ ആശയങ്ങൾ നാം വിചിന്തനം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നൊരു ചെറിയ ആശയം ചുരുങ്ങിയ സമയം കൊണ്ട് പ്രതിപാദിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധ നോമ്പാചരണത്തിലൂടെ നമുക്ക് ഓരോരുത്തർക്കും ദൈവത്തിൻ്റെ ഹിതം ആരായുവാനും അതനുസരിച്ച് ജീവിക്കുവാനും സാധിക്കും. പരിശുദ്ധ നോമ്പിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നവർക്ക് മാത്രമേ അവനവരുടെ ജീവിതത്തെ ഒന്ന് സ്വസ്ഥതപ്പെടുത്തി മനസ്സിനെയും ശരീരത്തെയും ആത്മാവിനെയും സ്വസ്ഥമാക്കി പ്രാർത്ഥനയുടെ ഒരു അനുഭവത്തിലേക്ക് സാമീപ്യത്തിലേക്കും ദൈവസാകല്യത്തിലേക്കും എത്തിച്ചേരണമെങ്കിൽ നാം പരിശുദ്ധ നോമ്പിലൂടെ നമ്മെ തന്നെ ഒന്ന് ഒരുക്കണം. ആത്മീയമായ ഒരുക്കമാണ് പരിശുദ്ധ നോമ്പ്. ലോകത്തിലെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളിൽ മുഴുകുന്നവർക്ക് പരിശുദ്ധ നോമ്പിൻ്റെ അനുഭവത്തിലൂടെ ദൈവത്തെ കണ്ടെത്തുവാൻ സാധിക്കുകയില്ല. ഒരു കല്ലേർ ദൂരം മാറി നിൽക്കുവാൻ ഈ ലോകത്തിൻ്റെ ചെയ്തികളിൽ നിന്ന്, ചിന്തകളിൽ നിന്ന്, സംസാരങ്ങളിൽ നിന്ന് ഒരു കല്ലേർ ദൂരം മാറി നിന്ന് പ്രാർത്ഥിക്കുവാൻ, നോമ്പനുഷ്ഠിക്കുവാൻ നമുക്ക് സാധിക്കും. നോമ്പ് നമ്മെ ദൈവത്തോട് അടുപ്പിക്കുകയാണ്. പരിശുദ്ധ നോമ്പ് നമുക്ക് നൽകുന്ന ഒരുപിടി കാര്യങ്ങളുണ്ട്. ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് നമ്മൾ ആരായുന്നത് പരിശുദ്ധ നോമ്പിലൂടെയാണെന്ന് ഞാൻ പറഞ്ഞു. ജെറമിയായുടെ പ്രവചനം 29-ാം അധ്യായം 11-ാം തിരുവചനത്തിൽ പറയുന്നത്, എനിക്ക് നിന്നെപ്പറ്റി ഒരു പ്ലാനും പദ്ധതിയുമുണ്ട്, അത് നിൻ്റെ ക്ഷേമത്തിനായിട്ടും അനുഗ്രഹത്തിനും ഐശ്വര്യത്തിനുമായിട്ടുള്ളതുമാണ്. അപ്പോൾ എന്നെപ്പറ്റി എൻ്റെ ദൈവത്തിനുള്ള പ്ലാനും പദ്ധതിയും എന്താണ് എന്നറിയണമെങ്കിൽ ഞാൻ ദൈവസന്നിധിയിൽ മുട്ടുമടക്കണം, ദൈവത്തിൻ്റെ അടുക്കലായിരിക്കണം. എൻ്റെ ജീവിതത്തിൽ നാളെ ഞാൻ എന്ത് ചെയ്യണം, എൻ്റെ ജീവിതത്തിൻ്റെ വേദനകളെ, അസ്വസ്ഥതകളെ എങ്ങനെ ദൂരീകരിക്കാം? പരിശുദ്ധ നോമ്പ് നമ്മെ സഹായിക്കും. അതിന് അമിതമായ ടെൻഷൻ, ഉത്കണ്ഠ നമ്മുടെ ജീവിതത്തെ അസ്വസ്ഥമാക്കുകയാണ്. എന്നാൽ പരിശുദ്ധ നോമ്പ് നമ്മെ സ്വസ്ഥമാക്കുന്നു, ഒരു ലക്ഷ്യബോധം നൽകുന്നു, ദൈവവുമായുള്ള ബന്ധം, റാപ്പോർട്ട്, ആ സംഭാഷണം ത്വരിതപ്പെടുത്തുന്നു. എനിക്ക് ദൈവത്തെ കണ്ടെത്തുവാൻ നോമ്പ് അനിവാര്യമാണ്. മോശ നോമ്പ് നോറ്റ് പ്രശോഭിതനായി എന്ന് പറയും. നോമ്പ് നമ്മെ ദൈവഹിതത്തിലേക്ക് അടുപ്പിക്കുകയും പ്രശോഭിതരാക്കുകയും ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ ഹിതം എന്ത്, ഞാൻ ആരാണ്, എന്താണ് എന്നതെനിക്ക് ബോധ്യപ്പെടുത്തി തരുന്നത് യഥാർത്ഥത്തിൽ ദൈവസന്നിധിയിൽ പരിശുദ്ധ നോമ്പിൻ്റെ അരുവിൽ ജീവിക്കുന്നവർക്ക് ദൈവം അത് വെളിപ്പെടുത്തിക്കും. ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്തെന്ന് പരിശുദ്ധ നോമ്പാണ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. പരിശുദ്ധ നോമ്പ് നമുക്ക് പ്രത്യാശ തരുന്നു. നീ തകരേണ്ടവനല്ല, തളരേണ്ടവനല്ല, ദൈവം നിന്നോട് കൂടെയുണ്ട് എന്നുള്ള ബോധ്യത്തിൽ നമ്മെ എത്തിക്കുന്നത് നാം പരിശുദ്ധ നോമ്പനുഷ്ഠിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വിശുദ്ധീകരണത്തിലൂടെ, ആ ഒരു പ്രക്രിയയിലൂടെ കടന്നു പോകുമ്പോഴാണ്. നോമ്പ് ഒരു തരത്തിലുള്ളൊരു കഥാർസിസാണ്, ഒരു വിരേചനം, നമ്മളിലുള്ളൊരു വിശുദ്ധീകരണം സംഭവിക്കുകയാണ്, നമ്മെ ശുദ്ധീകരിക്കുകയാണ്. നമുക്കൊരു മനോബലം ലഭിക്കുന്നത് പരിശുദ്ധ നോമ്പിലൂടെയാണ്. ബലഹീനനാണ് ഞാൻ, അസ്വസ്ഥനാണെന്ന് പറയുമ്പോൾ പരിശുദ്ധ നോമ്പ് നമ്മെ ബലപ്പെടുത്തുകയാണ്. നോമ്പനുഷ്ഠിച്ചവരെല്ലാം ബലം പ്രാപിച്ചു. നാം ബലം പ്രാപിക്കണമെങ്കിൽ, ആത്മീയ ചൈതന്യം പ്രാപിക്കണമെങ്കിൽ പരിശുദ്ധ നോമ്പ് അനുഷ്ഠിക്കണം. അതെന്താണ് എൻ്റെ ദൈവത്തിന് എന്നെ പറ്റിയുള്ള പ്ലാനും പദ്ധതിയും? ഞാൻ ദൈവഹിതം ആരായണം,
പരിശുദ്ധ നോമ്പ് പരിശുദ്ധ ദേവമാതാവ് പറഞ്ഞതുപോലെ ലൂക്കോസിന്റെ സുവിശേഷം 1:38 നമ്മൾ വായിക്കുന്നു, എൻ്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ. അപ്പോൾ ദൈവത്തിൻ്റെ ഹിതം അന്വേഷിക്കുക. എൻ്റെ ഹിതത്തിനല്ല പ്രാധാന്യം, ദൈവത്തിൻ്റെ ഹിതത്തിൽ. ഈയൊരു ചിന്ത നമ്മെ നയിക്കണം. ദൈവത്തിൻ്റെ ഹിതത്തിന് എൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ സാധിക്കും. എൻ്റെ ഹിതം എൻ്റെ ആഗ്രഹങ്ങൾക്ക് എപ്പോഴും അസ്വസ്ഥതകൾ മാത്രമേ പ്രദാനം ചെയ്യുവാൻ സാധിക്കൂ. എന്നാൽ ദൈവഹിതം എന്നെ ബലപ്പെടുത്തും. അതുകൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ ഹിതം ആരായണം. അതിന് സഹനത്തിൻ്റെ വഴിയിലൂടെ, പരിശുദ്ധ നോമ്പിൻ്റെ വഴിയിലൂടെ ദൈവമക്കളെ നമുക്ക് യാത്ര ചെയ്യാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.